മറിയം ത്രേസ്യ ക്രൂശിതന്റെ പ്രിയദാസി നീ സവിനയ പ്രേയസി സുചരിത താപസി സവിനയ പ്രേയസി സുചരിത താപസി സത്യസനാതന സുകൃതകാരിണി സത്യസനാതന സുകൃതകാരിണി സ്നേഹത്തൂവൽ ആനന്ദ നടനം സ്നേഹമയീ മറിയം ത്രേസ്യ ക്രൂശിതന്റെ പ്രിയദാസി നീ സനി സഗ സനി സഗമ പമഗ ഗമ പനി നീ മപനി സനി സഗ സനി സപ నిసని పని పని మని పమ పమ మాగ పమని పసాని గరిస ഹതാശമനുജന്റെ അഴലിലുടനീളം തിതിക്ഷ കിരണങ്ങൾ ചൊരിയേണമേ ഹതാശമനുജന്റെ അഴലിലുടനീളം തിതിക്ഷ കിരണങ്ങൾ ചൊരിയേണമേ മാതൃസ്നേഹദായിക പഞ്ചക്ഷത പ്രേഷിത ക്രൂശിതന്റെ തോളിൽ നിന്ന ക്രൂശെടുത്തു പുൽകി നിന്നു മാനവർക്കു പ്രാണനായി കുടുംബങ്ങളുടെ അമ്മ സ്നേഹത്തൂവൽ ആനന്ദ നടനം താം തക്കിട്ട തക്കധിം തക്ക ജണുജം തക്കിട്ട തക്ക തദ്ധിന്ന തകധിമി തക ജണു തകധിമി തക ജണു തത്തജം തകതജം തകതകിട താതരികിട തകധിം തരികിട തകജം തരികിട തകണം തരികിട തക കിടതക തരികിട ജം കിടതക തരികിട ജം കിടതക തരികിട ജം സ്നേഹമയീ മറിയം ത്രേസ്യ ക്രൂശിതന്റെ പ്രിയദാസി നീ പ്രദീപ്തമാനസം സതതം ഭൂഷിതം പ്രിയതേ മറിയം ത്രേസ്യായേ പ്രദീപ്തമാനസം സതതം ഭൂഷിതം പ്രിയതേ മറിയം ത്രേസ്യായേ അശരണാലംബക ദൈവഭയമാതൃക സ്വർഗഗേഹം സൽക്കരിച്ചു സ്വർഗരാജ്യം സ്വന്തമാക്കി പാപികൾക്കു മോക്ഷമായി കുടുംബങ്ങളുടെ അമ്മ സ്നേഹത്തൂവൽ ആനന്ദ നടനം സ്നേഹമയീ മറിയം ത്രേസ്യ ക്രൂശിതന്റെ പ്രിയദാസി നീ സവിനയ പ്രേയസി സുചരിത താപസി സത്യസനാതന സുകൃതകാരിണി സ്നേഹത്തൂവൽ ആനന്ദ നടനം സ്നേഹമയീ മറിയം
ത്രേസ്യ ക്രൂശിതന്റെ പ്രിയദാസിനി. കേരളക്കരയിലെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ച് പുണ്യവതിയായി മാറിയ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മനാടാകാൻ ഭാഗ്യം ലഭിച്ചത് തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽപ്പെട്ട ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തൻചിറയ്ക്കാണ്. ചിറചിറ പൂഞ്ചിറ പുത്തൻ ചിറപുത്തൻ തിരപൊങ്ങുന്നേ, പുണ്യ തിരപൊങ്ങുന്നേ, പൊന്നിൻ തിരപൊങ്ങുന്നേ. നിറ നിറ നിറയട്ടെ പൂഞ്ചിറ പുത്തൻ ചിറ നിറയട്ടെ. ആലോലം തീലി കുത്തിയും പുൽക്കുടങ്ങളേന്തിയും ിലേക്കു തൊഴുതു നിൽക്കും കേരമരങ്ങൾ. തിരിതിരി പൂത്തിരി പുണ്യ ചിരി പൊന്നിൻ ചിരി പുലരുന്നേ, സ്നേഹത്തിരി തെളിയുന്നേ, പുതുജീവൻ നിറയുന്നേ. ചിലി ചിലി ചിലമ്പു തുള്ളും പുതുജീവൻ തുടികൊട്ടും പദതാളം വരതാളം സിരതോറും നിറ നിറയട്ടെ. പദവികൾ കയറിയ മറിയം ത്രേസ്യതൻ ഹൃദയം പുണരും സുദിനം. നവനവ നന്മകൾ തിരിയിട്ടു തെളിയുന്ന താളം ദൈവിക താളം. തപസ്വിനി മറിയം ത്രേസ്യാംബികയുടെ നാദം വേദമായി, വേദം ദീപമായി, ദീപം മാർഗമായി, മാർഗം താളമായി, താളം നടനമായി. അവിസ്മരണീയവും അത്ഭുതാവഹവുമായ സംഭവ കഥകളുടേതായിരുന്നു മറിയം ത്രേസ്യയുടെ ജീവിതം. പഞ്ചക്ഷത വിഭൂഷിതയായ പ്രഥമ കേരള കന്യക, ജീവിച്ചിരുന്ന വിശുദ്ധയെന്ന് പലരും വിളിച്ചിരുന്ന തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക, കുടുംബങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് അരനൂറ്റാണ്ട് മുൻപ് തന്നെ ഭവനങ്ങൾ തോറും കയറിയിറങ്ങി അഗതികൾക്കും ആലംബഹീനർക്കും അത്താണിയായി മാറിയ കുടുംബ പ്രേക്ഷിത, ജാതിയും മതവും വർണ്ണവും നോക്കാതെ താഴേക്കിടയിലുള്ളവരെ ഉദ്ധരിക്കുവാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച നവോത്ഥാന നായിക, കേരളീയരുടെ മനം കവർന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ ചില ഏടുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹത്തൂവൽ.
ക്രൂശിതന്റെ സ്നേഹിതേ മറിയം ത്രേസ്യായി, തിരുഹൃദയത്തിൻ തോഴിയേ മറിയം ത്രേസ്യായി, അമ്മേ നിൻ മാധ്യസ്ഥം തേടുന്നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടുന്നീ മക്കൾ. അമ്മേ അമ്മേ മറിയം ത്രേസ്യായേ, അമ്മേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. ക്രൂശും ചങ്കിലായി ഏന്തി കാൽവരി താണ്ടും മക്കൾക്കായി, ക്രൂശും ചാരനിൻ അമ്മയായവൾ തിരുകുടുംബത്തിൻ പുത്രിയായി, ക്ലേശിക്കുന്നാത്മം എൻ പ്രിയനെ പ്രണയിക്കാൻ, സ്നേഹത്താലെയുന്നോ മനം പ്രിയരെ സ്നേഹിക്കാൻ. അമ്മേ അമ്മേ മറിയം ത്രേസ്യായേ, അമ്മേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. അമ്മേ അമ്മേ മറിയം ത്രേസ്യായേ, അമ്മേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പുത്തൻചിറ ഗ്രാമത്തിൽ പൗരാണിക സിദ്ധിയുള്ള ഒരു തറവാടായിരുന്നു ചിറമേൽ മങ്കിടിയാൻ കുടുംബം. ഭാര്യയുടെ മരണശേഷം കുഞ്ഞുതൊമ്മൻ തുറവൂർ കുടുംബത്തിലെ താണ്ടയെ വിവാഹം ചെയ്തു. ദൈവഭക്തിയും സുശീലയുമായ അവൾ മങ്കിടിയാൻ കുടുംബത്തിന്റെ മണിദീപമായി. ഏപ്രിൽ 26 പുത്തൻചിറ മങ്കിടിയാൻ കുടുംബത്തിൽ കുഞ്ഞുതൊമ്മൻ താണ്ടാ ദമ്പതികളുടെ തൃതീയ സന്താനമായി ത്രേസ്യ ജനിച്ചു. മെയ് 3 വികാരിയച്ഛനായ മാളിയേക്കൽ പൗലോസച്ചൻ ത്രേസ്യയ്ക്ക് ജ്ഞാനസ്നാനം നൽകി. നാമഹേതുകയായ വിശുദ്ധയെപ്പോലെ കേരളക്കരയിലെ സന്യാസ ജീവിതത്തിൽ നൂതന പാത വെട്ടിത്തുറക്കാൻ ആ ശിശു വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അന്ന് ആരും മനസ്സിലാക്കിയില്ല.
താരാട്ടു കേട്ടുറങ്ങ്, സ്നേഹത്താലോലം കേട്ടുറങ്ങ്. ദൈവത്തിൻ പൈതലായി ഉണരുവാൻ എന്റെ കുഞ്ഞുറങ്ങുറങ്ങ്. രാരിരാരോ രാരിരാരോ ഉണ്ണിയാരോ പൊന്നുണ്ണിയാരോ. സ്വർഗരാജ്യം പുലരണം. രാരിരാരോ രാരിരാരോ ഉണ്ണിയാരോ പൊന്നുണ്ണിയാരോ. കുഞ്ഞിതൊമ്മന്റെ ആദ്യ ഭാര്യയിലുണ്ടായ ഇട്യാനത്തെ കൂടാതെ ത്രേസ്യയ്ക്ക് മൂത്ത സഹോദരങ്ങളായ പൊറിഞ്ചുവും മറിയക്കുട്ടിയും ഇളയ സഹോദരങ്ങളായി ഔസേപ്പും ഇട്യാനവും ഉണ്ടായിരുന്നു. അത്തല പിത്തല തവലാച്ചി ചുക്കുമിരിക്കണ ചൂലാപ്പ മറിയം വന്നു വിളക്കൂതി ഉണ്ടാ മാണി സാറാ പീറാഗോട്ട്. ത്രേസ്യേ, നീ വരുന്നില്ലേ? നമുക്ക് പുറത്തു പോയി കളിക്കാം. ഇനി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവാ. നിനക്ക് ഈ പ്രാർത്ഥന എന്നൊരു ചിന്ത മാത്രമേ ഉള്ളോ? കഷ്ടം. ഈശോ അവിടെ തനിച്ചാ. മതി അവളെ കളിയാക്കിയത്. അമ്മേ, നമുക്കിവളെ മഠത്തിൽ ചേർത്ത് ഒരു കന്യാസ്ത്രീയാക്കിയാലോ? മതി മതി കളിയാക്കിയത്. എല്ലാവരും പോയി കുളിച്ചേ, കുരിശു വരയ്ക്കാൻ നേരമായി. അപ്പച്ചനെ ഇതുവരെയും കണ്ടില്ലല്ലോ. ഇന്ന് ഏത് കോലത്തിലാണോ? ഒന്നും വരില്ല അമ്മേ, ഈശോ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. കർത്താവേ, കാത്തുകൊള്ളണേ. അമ്മേ, എന്തിനാ ഈശോ ഒരുപാട് വേദന സഹിച്ച് കുരിശിൽ മരിച്ചത്? നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിന് പരിഹാരമായിട്ട്. എന്റെ മോള് ഒരു ചെറിയ പാപം പോലും ചെയ്ത് ഈശോയുടെ കുരിശിന്റെ ഭാരം കൂട്ടരുത്. ഈശോയെ സങ്കടപ്പെടുത്തരുത്. വാ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മല കന്യകയേ
എന്തിനാടോ ഇങ്ങനെ കരയണേ? ഒന്നുമില്ല. എന്തായാലും കാര്യം തുറന്നു പറ. ഇന്നും നന്നായി കുടിച്ചു അല്ലേ? കുഞ്ഞുങ്ങളെല്ലാം ചെറുതാ. ഇങ്ങനെ കുടിക്കാൻ പോയാൽ എനിക്കൊരു മനസ്സമാധാനവുമില്ല. എനിക്കുമില്ലടോ ഒരു മനസ്സമാധാനം. എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ടപ്പോ നമ്മുടെ നിലവും പൊരുടൊക്കെ വിറ്റുപോയില്ലടോ. പെങ്ങന്മാരുടെ വിവാഹം നടത്തേണ്ടത് നമ്മുടെ കടമയല്ലേ? അവർക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ വിറ്റത്? അവരെല്ലാം ഇപ്പോൾ നല്ല നിലയിലെത്തിയില്ലേ? നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരിക, അതോർക്കുമ്പോ നമുക്ക് ദൈവം തരും. കള്ളു കുടിക്കരുത്. ആരോഗ്യം നശിക്കും, കുടുംബവും നശിക്കും. അമ്മയുടെ തണലിൽ ത്രേസ്യ വളർന്നു. അവൾക്ക് ഉണ്ണിയേശുവിന്റെയും മാതാവിന്റെയും ദർശനങ്ങളുണ്ടായി. ത്രേസ്യയെ വിവാഹം കഴിക്കുവാൻ ആ മാതാപിതാക്കൾ ഒരുങ്ങി. എന്നാൽ അവൾ തയ്യാറായില്ല. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് സ്വർഗീയ മണവാളനോട് ചെയ്ത വാഗ്ദാനത്തിൽ അവൾ ഉറച്ചുനിന്നു. മൂത്ത സഹോദരങ്ങളായ മറിയത്തിന്റെയും പൊറിഞ്ചുവിന്റെയും വിവാഹങ്ങൾ കഴിഞ്ഞു. കുടുംബ പ്രശ്നങ്ങളും പരാധീനതകളും താണ്ടയെ വല്ലാതെ തളർത്തി. വൈകാതെ അവൾ രോഗിയായി, കിടപ്പിലായി. മാതാവിന്റെ കരങ്ങളിൽ മക്കളെ ഏൽപ്പിച്ച് താണ്ട യാത്രയായി. അന്ന് വെറും 12 വയസ്സ് പ്രായമുള്ള ത്രേസ്യ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. കുഞ്ഞുനാളിലെ ഈശോയെ ജ്ഞാന മണവാളനായി സ്വീകരിച്ച ത്രേസ്യ അവിടുത്തോടൊന്നായി ജീവിക്കാൻ സന്യാസം കൊതിച്ചു. മഠത്തിൽ ചേരാനായി പത്രമേനി കൊടുക്കുവാനുള്ള 150 രൂപയ്ക്കായി പല വാതിലുകളും മുട്ടി. പക്ഷേ ഒന്നും അവൾക്ക് വേണ്ടി തുറന്നു കിട്ടിയില്ല. ആരും അവളെ സഹായിച്ചില്ല. അവസാനം വനവാസം നയിക്കുവാനും ആരും കാണാതെ വീട് വിട്ടിറങ്ങുവാനും തയ്യാറാകുന്നു. അത് ദൈവഹിതമല്ലെന്നറിഞ്ഞ ത്രേസ്യ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുന്നു. സാത്താന്റെ നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ ദൈവം അവളെ കൈവിട്ടില്ല. അസാധാരണ ദൈവാനുഭവമുള്ള ത്രേസ്യയുടെ ജീവിതത്തിൽ ദൈവദൂതനെ പോലെ ആശ്വാസമായി കടന്നുവന്നത് 1902 ഏപ്രിൽ 30 പുത്തൻചിറ വികാരിയായി വന്ന ബഹുമാനപ്പെട്ട ജോസഫ് വിധേയത്തിലച്ചനായിരുന്നു. ഹായ് ത്രേസ്യ, നീ തനിച്ചിരിക്കുകയാണോ? എല്ലാവരാലും ഒറ്റപ്പെട്ടു പോയല്ലേ? ഇതാ കൈനിറയെ പൊന്ന്. നീ ആടയാഭരണങ്ങൾ അണിഞ്ഞ് എന്റെ കൂടെ വാ. നിനക്ക് ഞാൻ രാജകൊട്ടാരം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്കൊന്നിച്ച് വാഴാം. എന്തിനീ യൗവനം പാഴാക്കണം? പ്രാർത്ഥന കൊണ്ട് നീ എന്ത് നേടി? ദൈവത്തിന് പോലും നിന്നെ വേണ്ട. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവുമില്ല. ആങ്ങളെ തരം കിട്ടുമ്പോഴൊക്കെ നിനക്കെതിരെ ആക്രോശിക്കുന്നില്ലേ? നാത്തു നിനക്ക് എന്തെങ്കിലും സ്വസ്ഥത നൽകുന്നുണ്ടോ? ഞങ്ങളെ അനുസരിക്കുക. ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും നിനക്ക് ഞങ്ങൾ തരാം. നാട്ടുകാരും വീട്ടുകാരും തിരുമേനിയും ഒക്കെ പറയുന്നത് പഞ്ചക്ഷതം ഒരു തട്ടിപ്പാണെന്നാണ്. ഇത് കണ്ടോ,
നിന്റെ മുറിയിൽ പതിച്ചിരിക്കുന്ന അരമനയിൽ നിന്നുള്ള പിതാവിന്റെ കൽപ്പന, നിന്റെ ദർശനങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളാണെന്ന് നീ എല്ലാവരുടെ മുമ്പിൽ ഒരു അപഹാസ്യമായി മാറിയിരിക്കുന്നു. നിന്റെ ആത്മപിതാവ് വെറും മണ്ടനാണ്. അവൻ പറയുന്നത് അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. അവനെയും നിന്നെയും ചേർത്തുള്ള കഥകൾ ഈ നാട്ടിൽ പാട്ടാ. എടി ത്രേസ്യേ, നാട്ടുകാർ പറയുന്നത് നിനക്ക് മുഴുത്ത വട്ടാണെന്നാണ്. ആർക്കും മനസ്സിലാകാത്ത സത്യങ്ങളാണ് നീ വിശ്വസിച്ചിരിക്കുന്നത്. നിനക്കിപ്പോൾ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താ കരുതിയത് ഞാൻ തനിച്ചാണെന്നോ? ഈശോയും മാതാവും യൗസേ പിതാവും എന്റെ കൂടെ തന്നെയുണ്ട്. ആ ദിവ്യ സ്നേഹത്തിൽ നിന്നും ആർക്കും എന്നെ വേർപെടുത്താനാവില്ല. പരിഹാസങ്ങളും ആക്രോശങ്ങളും കുറ്റപ്പെടുത്തലുകളും എനിക്ക് ലഭിച്ച ഭാഗ്യപ്പെട്ട സമ്മാനമാണ്. ദിവ്യനാഥൻ അനുഭവിക്കുന്ന പീഡാസഹനങ്ങളിൽ അല്പമെങ്കിലും പങ്കുചേരാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഞാൻ ആനന്ദിക്കുന്നു. നിനക്കെതിരെ എന്റെ നരക പീഡകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ ഉറക്കം കെടുത്തും ഞാൻ. അതാ ആയിരങ്ങൾ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു. ഇതാ നരകാധിപന്റെ സംഹാരതാണ്ഡവം. എന്റെ കൂടെ ഉണ്ടാവണേ. ഈശോയെ സഹായിക്കണേ. ഈശോ 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 എന്നെ രക്ഷിക്കണേ. ഈശോയെ ഈശോ ഈശോയെ ഈശോ സഹായിക്കണേ. ഈശോയെ ഈശോ 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 മറിയോസേപ്പേ. ഈശോ 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 ഈശോയെ ഈശോയെ. ത്രേസ്യ, നിനക്കെന്തു പറ്റി? എന്താ നിന്നിൽ സംഭവിച്ചത്? എന്റെ ആത്മപിതാവേ, ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെ. സാത്താന്റെ പരീക്ഷണങ്ങൾ കൂടുന്നു. എങ്കിലും ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്നു. മാതാവ് എപ്പോഴും കൂടെയുണ്ട്. തിരുക്കുടുംബം ദർശനങ്ങൾ നൽകുന്നു. ഇതിൽ പരം സന്തോഷമുള്ള കാര്യമുണ്ടോ? ഈശോയുടെ പീഡകൾ ഏറ്റെടുത്ത് നീ ഇപ്പോൾ കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അങ്ങേ കൃപകൾക്ക് നന്ദി. അച്ചോ, ത്രേസ്യയ്ക്ക് എന്തു പറ്റി? പഞ്ചക്ഷതം എന്നൊക്കെ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞുതുമ്മൻ, ഒന്നും പേടിക്കണ്ട. ത്രേസ്യയെ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കുന്നതാണ്. ദൈവത്തിന്റെ ഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം നൽകുന്ന അനുഗ്രഹമാണ് പഞ്ചക്ഷതങ്ങൾ. കർത്താവിന്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന
വലിയ അത്ഭുതമാണ് ഈ പഞ്ചക്ഷതങ്ങൾ. ഈ ദിവസങ്ങളിൽ കൂടുതൽ സഹനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മാതാവിനോട് ധാരാളം പ്രാർത്ഥിക്കണം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി അച്ചോ. പിശാചിന്റെ പീഡനങ്ങൾ കൂടിക്കൂടി വന്നു. കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ തുടർന്നു. മരണാസന്നരെ നല്ല മരണത്തിനൊരുക്കി പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ശുദ്ധീകരണാത്മാക്കളെ പീഡനങ്ങൾ ഏറ്റെടുത്ത് സഹായിച്ചു. വസൂരി രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാപങ്ങൾക്ക് സ്വയം പരിഹാരം ഏറ്റെടുക്കുകയും ചെയ്തു. സഹോദരി, എന്താ മുഖത്തൊരു വിഷാദം? ഒന്നുമില്ല. അല്ല, എന്താ ഇപ്പോൾ ഇവിടെ ഒരു വല്ലാത്ത ദുർഗന്ധം? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. അത് പിന്നെ ഈ വാതിലും ജനലൊക്കെ അടഞ്ഞു കിടക്കുന്നോണ്ട് തോന്നുന്നതാവും. എന്താ നിന്റെ ദുഃഖം? എന്തോ നിന്നെ അലട്ടുന്നുണ്ടല്ലോ. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ. നാണനിമിത്തം ഞാനൊരു പാപം മറച്ചു വെച്ച് 2-3 പ്രാവശ്യം കുമ്പസാരിച്ചു. അത് പിന്നെ ഞാൻ... വേണ്ട, പാപം എന്നെ അറിയിക്കേണ്ട. പോയി ഒരു നല്ല കുമ്പസാരം കഴിക്കൂ. അച്ഛനോട് കുമ്പസാരിക്കാൻ ലജ്ജ തോന്നുന്നു. ഈ ഒരു പാപം ഒഴിച്ച് ബാക്കിയെല്ലാം വെളിപ്പെടുത്താം. അതുകൊണ്ട് എന്ത് പ്രയോജനം? എല്ലാ പാപങ്ങളും മനസ്താപത്തോടും പ്രതിജ്ഞയോടും കൂടെ കുമ്പസാരിച്ചാലേ പാപപുറത്ത് ലഭിക്കുകയുള്ളൂ. കുമ്പസാരത്തിൽ വൈദികൻ കേൾക്കുന്ന പാപങ്ങൾ പരമരഹസ്യമായി പാലിക്കും. വികാരിയച്ഛനോട് കുമ്പസാരിക്കാൻ ശങ്കയുണ്ടെങ്കിൽ വേറെ അച്ഛന്മാരോട് കുമ്പസാരിക്കാം. അച്ഛന്മാരോട് കുമ്പസാരിക്കാൻ എനിക്ക് വയ്യ. ഇപ്പോൾ നിന്റെ മനസ്സ് മുഴുവനും പിശാച് നിറഞ്ഞിരിക്കുകയാ. ഉള്ളിൽ കിടക്കുന്ന പാപം പുഴുത്തു നാറുന്നു. അതുകൊണ്ടാണ് സഹോദരി കടന്നു വന്നപ്പോൾ ഇവിടെ ദുർഗന്ധം അനുഭവപ്പെട്ടത്. നീ പോടി കള്ള പുണ്യാളത്തി. നിന്റെ നികളം ചില്ലറയാണോ? നീ ആരാ എന്നെ കുമ്പസരിപ്പിക്കാൻ? ഞാനീ പറഞ്ഞത് ആ കത്തനാരോടെങ്ങാനും പറഞ്ഞാൽ നിനക്കെന്നെ അറിയില്ല. നീയും കത്തനാരും തമ്മിൽ എന്താടി പറ്റും? എന്റെ കൂടെ പിറപ്പേ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈശോയെ, ആരാ നിങ്ങൾ? ഞാനാ ചാക്കു. എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ മരിച്ചിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ അതികഠിനമായ വേദനകൾ അനുഭവിക്കുക. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്റെ കാലാവധി കുറയ്ക്കുന്നതിന് ഒരു വിശുദ്ധ കുർബാന ചൊല്ലി നീതിമാനായ ദൈവത്തിന് കാഴ്ചവെക്കുവാൻ നിന്റെ ആത്മപിതാവിനോട് ഒന്ന് പറയുമോ? എന്റെ മക്കളോടും വീട്ടുകാരോടും ദാനധർമ്മങ്ങളും പരസ്നേഹ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും പറയണം. ചേട്ടൻ വിഷമിക്കണ്ട. ഞാൻ അച്ഛനെ കണ്ട് കുർബാന ചൊല്ലി കാഴ്ചവെക്കാൻ പറഞ്ഞോളാം. എന്റെ മക്കളോടും വീട്ടുകാരോടും ദാനധർമ്മങ്ങളും പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുവാനും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും പറയണം. ചേട്ടന്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാര പ്രവൃത്തികൾ ചെയ്തോളാം. ചേട്ടന്റെ ആത്മാവ് എത്രയും പെട്ടെന്ന് നിത്യപിതാവിന്റെ അരികിലെത്തട്ടെ. ഒത്തിരി നന്ദി ത്രേസ്യ. ഞാൻ പോയിക്കോട്ടെ.
ത്രേസ്യ, നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കുമ്പസാരക്കൂട്ടിലേക്ക് ആരും എന്നെ പിടിച്ചു വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കൊവേന്തയിൽ പോയി അച്ഛനോട് കുമ്പസാരിച്ചു. ഇപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ എന്നോട് പൊറുതി പറയണ്ട, ഞാൻ ചെറുപ്പമാണ്. അല്ല, കുമ്പസാരക്കാരൻ നിന്നോട് പൊറുതി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി. ഇപ്പോൾ ദുർഗന്ധമെല്ലാം പോയി മനോഹരമായ സുഗന്ധം. അനേകം ആത്മാക്കൾ സഹായത്തിനു വേണ്ടി ത്രേസ്യയെ തേടിയെത്തി. സഹായം തേടി വന്ന ചാക്കുവിന് ശുദ്ധീകരണ സ്ഥലത്തെ ശിക്ഷകളിൽ നിന്നും ഇളവ് ലഭിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതായി മറിയം ത്രേസ്യയ്ക്ക് ദർശനം ലഭിച്ചു. സന്യാസ ജീവിതത്തിനുള്ള ത്രേസ്യയുടെ അതിയായ ആഗ്രഹം തിരിച്ചറിഞ്ഞ മേനാച്ചേരി പിതാവ് 36-ാം വയസ്സിൽ ഒല്ലൂർ കർമ്മലിത്ത മഠത്തിലേക്ക് അവളെ അയച്ചു. അവിടെ വെച്ച് വിശുദ്ധ എവുപ്രാസ്യമ്മയെ കണ്ടുമുട്ടി. 2 മാസം ഒല്ലൂർ മഠത്തിൽ താമസിച്ച ത്രേസ്യയെക്കുറിച്ചുള്ള ദൈവഹിതം അതല്ലെന്ന് മനസ്സിലാക്കിയ തിരുമേനി മറിയം ത്രേസ്യയെ സ്വഭവനത്തിലേക്ക് തിരിച്ചയച്ചു. കുടുംബത്തിൽ അവളുടെ കഷ്ടതകൾ ഏറിവന്നു. സമർപ്പണ ജീവിതത്തിനു വേണ്ടിയുള്ള അവളുടെ അതിയായ ആഗ്രഹം തിരിച്ചറിഞ്ഞ മേനാച്ചേരി തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം വിധേയത്തിലച്ഛന്റെ നേതൃത്വത്തിൽ അനേകരുടെ സഹായത്തോടുകൂടി ഒരു ഏകാന്ത ഭവനം പണി കഴിപ്പിച്ചു നൽകി. വാടാ, കുറെ കന്യാവ്രതക്കാര് വന്നിരിക്കുന്നു. ധിക്കാരികള്. എന്താ വർക്കിച്ചേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. വാ, ഇരിക്കേ. ത്രേസ്യേ, അങ്ങനെ ഞങ്ങളെ ഇരുത്താൻ നോക്കണ്ട. ചിലതൊക്കെ പറയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. വികാരിയച്ഛന്റെ ഇടവകക്കാരുടെയും സഹായത്തോടെ ഏകാന്ത ഭവനം പണി കഴിപ്പിച്ചു തന്നതേ ഇങ്ങനെ ഊരു ചുറ്റി നടക്കാനല്ല. കണ്ട പിച്ചക്കാരുടെയും കുഷ്ഠരോഗികളുടെയും വീട്ടിൽ സമയത്തും അസമയത്തും കറങ്ങി നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? കഷ്ടം, നസ്രാണികളുടെ പേര് കളയാൻ. ചേട്ടൻ ക്ഷമിക്കണം, വിരോധം തോന്നരുത്. ഈശോ ആഗ്രഹിക്കാത്തതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാം അവിടുത്തെ തിരുവിഷ്ടപ്രകാരമായിരുന്നു. അവശ്യരെയും ആലംബഹീനരെയും സഹായിക്കുകയെന്നത് നാം ഓരോരുത്തരിലൂടെയും നിറവേറേണ്ട കർത്താവിന്റെ പരസ്നേഹ പ്രവൃത്തിയാണ്. അതിൽ ഉപേക്ഷ വരുത്തുന്നതാണ് പാപം. മതി നിന്റെ അധിക പ്രസംഗം. ഞാനേ മെത്രാനച്ഛനെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പോവുക. ഇടവകക്കാരിതിൽ ഇടപെടും. ഏകാന്ത ഭവനം പൂട്ടിക്കാൻ പറ്റുമോന്ന് ഞാനൊന്നു നോക്കട്ടെ. വാടാ. അമ്മേ, നമ്മളിനി എന്തു ചെയ്യും? പേടിക്കേണ്ട, ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവഹിതം നടക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം ത്രേസ്യയുടെ കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പിന്നീടും പല തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. പക്ഷേ ദൈവകൃപ എന്നും അവരുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. 1914 മെയ് 13-ാം തീയതി അഭിവന്ദ്യ മേനാച്ചേരി മെത്രാൻ ത്രേസ്യ താമസിച്ചിരുന്ന വീട് സന്ദർശിച്ചു. ഭവന സന്ദർശനത്തിന് ശേഷം തിരുമേനി വിധേയത്തിലച്ഛനെ അഭിവാദ്യം ചെയ്തു. അച്ചോ, ത്രേസ്യയുടെ ഏകാന്ത ഭവനം ഒരാശ്രമമാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ഛൻ എന്ത് തോന്നുന്നു? പിതാവിന്റെ ഇഷ്ടം പോലെ. അത് ഒരു ആശ്രമമാക്കുന്നതാണ് ഉത്തമമെന്ന്. അങ്ങനെയെങ്കിൽ അവിടെ ഏത് സഭയാണ് ആരംഭിക്കേണ്ടത്? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഭയാക്കിയാൽ. നമ്മുടെ രൂപതയിൽ ദൈവമാതാവിന്റെ പേരിൽ പല മഠങ്ങളുണ്ടല്ലോ. ഇത് തിരുകുടുംബ സന്യാസിനി സമൂഹമായിക്കോട്ടെ. എന്താ? അങ്ങയുടെ നിശ്ചയം ദൈവഹിതമായി ഞാൻ കരുതുന്നു.
ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. കഷ്ടതകളുടെയും പരീക്ഷണങ്ങളുടെയും പാതയിൽ കൂടി ദൈവം ത്രേസ്യയെ നയിച്ചത് ഈ നാട്ടിൽ തിരുകുടുംബത്തിന്റെ നാമത്തിൽ നവമായ ഒരു സന്യാസിനി സമൂഹം സ്ഥാപിക്കാനാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. നാളെ തന്നെ ത്രേസ്യയുടെ വ്രതവാഗ്ദാനം നടത്താം. തിരുകുടുംബ സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും ചെയ്യാം. ആയിരത്തി 1914 മെയ് 14 സുപ്രഭാതം. സന്യാസ വസ്ത്രവിഭൂഷിതനായി തൃശൂർ വികാരി അപ്പസ്തോലിക്ക പെരിയ യോഹന്നാൻ മേനാച്ചേരി പുത്തൻചിറ ഇടവക ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. വളരെയധികം ഇടവകക്കാർ ദേവാലയത്തിൽ തിങ്ങിക്കൂടിയിരുന്നു. അവരോട് തിരുമേനി പറഞ്ഞു, ഒരു സന്തോഷ വാർത്ത. ത്രേസ്യയ്ക്കും ത്രേസ്യയെ പോലുള്ളവർക്കുമായി ഒരു പുതിയ സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയാണ്. തിരുകുടുംബ സന്യാസിനി സമൂഹം. പിശാചിനെ ചെറുത്തു തോൽപ്പിച്ച ത്രേസ്യയ്ക്ക് മാതാവിലൂടെ 1904 ഡിസംബർ 8 ലഭിച്ച മറിയം ത്രേസ്യ എന്ന നാമം തന്നെ പിതാവ് അവൾക്ക് നൽകിയത് വലിയ ദൈവനിയോഗമായി മാറി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിമോചനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടു. മറിയം ത്രേസ്യയുടെ ലാളിത്യവും എളിമയും വിശുദ്ധിയും നിറഞ്ഞ ജീവിതത്തിൽ ആകൃഷ്ടരായി ധാരാളം യുവതികൾ ഈ സമൂഹത്തിൽ ചേർന്നു. സമൂഹത്തിന്റെ ഉന്നമനത്തിനും കുടുംബങ്ങളുടെ നവീകരണത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി തന്റെ സമൂഹത്തെ വളർത്തി. സിസ്റ്റർ ആഗ്നസ്, സിസ്റ്റർ ആഗ്നസ്. എന്താ അമ്മേ? നമുക്കൊരിടം വരെ പോകണം. എവിടേക്കാ? അതൊക്കെ പറയാം. എന്റെ കൂടെ വാ. ഈ സമയത്തോ? എന്നെ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ. വാ, വേഗം പുറപ്പെടാം. സഹോദര, നിങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ അടുത്തു. മനസ്താവപ്പെട്ട് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുക. ഇല്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാനൊരുക്കിയ സാമ്രാജ്യത്തിലേക്ക്. നീ ദൈവത്തെ തള്ളിപ്പറയ്. മകനെ, ദൈവഹൃദയം വേദനിക്കുന്നു. ദൈവത്തെ കരഞ്ഞു വിളിക്ക്.
ദൈവത്തെ കരഞ്ഞു വിളിക്കാനോ? അരുത്. നീ ഞങ്ങൾക്കുള്ളതാ. നീ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് നോക്കുമ്പോ നീ ഞങ്ങൾക്കുള്ളതാ. ദൈവത്തെ വിളിച്ച് നീ ഒരു വിഡ്ഢിയാകരുത്. ദൈവമില്ല. അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. മനസ്സിലായോ? ഇല്ല, ഇവൻ ദൈവത്തിന്റെ മകനാ. ഇവൻ ശനിയാഴ്ച തോറും ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. ഓ, ശനിയാഴ്ച ദിവ്യബലി. ഇവൻ ദേവാലയത്തിൽ പോയത് ദൈവസ്നേഹം കൊണ്ടോ ദൈവത്തെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ല. ഇവന്റെ സൽപ്പേരിന് വേണ്ടിയാ. അതെനിക്കറിയാം. അത് ഇവനും അറിയാം. വരുന്നുണ്ട് ചില കപടഭക്തർ. അവർ പറയുന്നത് നീ കേൾക്കരുത്. അവർ നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കും. തോമച്ചേട്ടാ, സ്തുതിയായിരിക്കട്ടെ. ഈശോ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി ആത്മരക്ഷയ്ക്കായി ഒരുങ്ങ് അച്ഛൻ ഉടനെ വരും. വേണ്ട, എനിക്ക് കുമ്പസാരിക്കണ്ട. തോമച്ചേട്ടാ, ദയവ് ചെയ്ത് പ്രാർത്ഥിക്ക്. കർത്താവ് സഹായിക്കും. നീ പോടി കള്ള കന്യാസ്ത്രീ. നിന്റെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. തോമച്ചേട്ടാ, കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് കൈവിടില്ല. ഈശോ അപ്പച്ചനെ രക്ഷിക്കും. ദൈവമേ, നിന്നെ അടുത്തറിയാനായി എത്രയോ നാൾ ഞാൻ കാത്തിരുന്നു. നിന്റെ സ്നേഹം നുകരാൻ എത്രയോ നാൾ ഞാൻ വൈകി. ഈശോ, മറിയം, ഔസേപ്പേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണേ എന്ന് വിളിച്ചപേക്ഷിക്ക്. ഈശോ, മറിയം, ഔസേപ്പേ, ആത്മാവിന് കൂട്ടായിരിക്കണമേ. ದೇವರಾತ್ಮ ನನ್ನ ಮೇಲಿದೆ, ದೀನದಲಿತರಿಗೆ ಶುಭವಾರ್ತೆ ಬೋಧಿಸಲೆಂದು ಅವರನ್ನನು ಅಭಿಷೇಕಿಸಿದ್ದಾರೆ. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ക്രൂശിതനരികിലും ദിവ്യകാരുണ്യത്തിനരികിലും ഉപാസനയിരുന്ന മറിയം ത്രേസ്യ പകലിന്റെ യാമങ്ങൾ തിരുകുടുംബത്തെ കൂട്ടുപിടിച്ച് കുടുംബങ്ങളിലേക്കിറങ്ങി. ദൈവം തന്നിലൂടെ രൂപപ്പെടുത്തിയ സമൂഹത്തിലൂടെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയും കുടുംബങ്ങളുടെ വിശുദ്ധീകരണവുമാണെന്ന ബോധ്യത്തിൽ മറിയം ത്രേസ്യ തന്റെ സമൂഹ തനയരെ ഒരുക്കി. ഒരാത്മാവിന്റെ വിലയറിഞ്ഞ് അവൾ പറയുന്നു, എന്റെ മക്കളെ, ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം നൽകുന്ന പ്രതിഫലം എന്തുമാത്രമാണെന്ന് തിട്ടപ്പെടുത്താനാവുന്നതല്ല. എന്റെ മക്കളെ,
എന്തിനിവിടെ വന്നുവെന്നും എന്തിന് ലോകത്തെ ഉപേക്ഷിച്ചുവെന്നും ഓർക്കണം. ഈ സമൂഹം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് സ്ഥാപിച്ചതാണ്. ഇതിന്മേൽ പ്രത്യേക ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതാണെന്നും വാത്സല്യ മക്കളെ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾ നല്ലവരായെങ്കിലേ ഈ സമൂഹം നന്നായി വരികയുള്ളൂ. എല്ലാവരും ഒരമ്മയുടെ മക്കളെ പോലെ വിചാരിക്കണം. കാലിലെ അസുഖം ഇനി മാറില്ല. ദൈവാത്മാവിൽ ലയിച്ചു ചേരാനുള്ള അവസാന വിശുദ്ധീകരണ പ്രക്രിയയാണ് ഈ സഹനം. ഞാൻ ഉടനെ മരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. അനേകം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനായി അമ്മയ്ക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ മണവാളൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി പുറപ്പെടുകയായി. അതാണ് ദൈവനിശ്ചയം. അമ്മേ, അമ്മേ, അമ്മേ. വർക്കിച്ചേട്ടാ, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? കിടപ്പാണെന്നറിഞ്ഞു, അതാ ഓടി വന്നത്. എനിക്കൊന്ന് കാണാൻ. അകത്ത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പെട്ടെന്നെന്താ കിടപ്പിലാവാൻ? തുമ്പൂർമടം വെഞ്ചരിപ്പ് ദിവസത്തിൽ അഴീക്കാൽ മറിഞ്ഞു വീണ് കാലിലേറ്റ മുറിവും കഠിനമായ പ്രമേഹ രോഗവും അമ്മയെ വല്ലാതെ തളർത്തി. എന്താ ഇത് വർക്കിച്ചേട്ടാ, കൊച്ചുകുട്ടികളെ പോലെ? എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഞാൻ മറ്റുള്ളവരോട് ചെയ്തത്. അവരുടെ കഷ്ടപ്പാടും വേദനയും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അമ്മയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. അമ്മയുടെ പെരുമാറ്റവും സംസാരവും എന്നെ പുതിയ മനുഷ്യനാക്കി. എന്റെ അമ്മയെ കാണണം. കറുമ്പി ഏന് ദീനം വന്ന് പുഴുത്ത് കട്ടിലെ കിടന്നപ്പോ ഏന് മരുന്നും ഭക്ഷണം തന്നത് എന്റെ അമ്മ ഓർത്ത് സഹിക്കാൻ പറ്റണില്ല. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പള്ളിക്കൂടം പണിത് ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ചത് ഈ അമ്മയാണ്. ഞങ്ങളുടെ മറിയം ത്രേസ്യാമ്മയാണ്. എനിക്കും അമ്മയെ ഒരു നോക്ക് കാണണം. നമുക്കെല്ലാം നന്മയുടെയും സ്നേഹത്തിന്റെയും വഴി തുറന്നു തന്ന നമ്മുടെ അമ്മ സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. പാദത്തിൽ വീണൊന്ന് പൊട്ടിക്കരയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്റെ ദൈവമേ. സാരമില്ല വർഗിച്ചേട്ടാ, പരമപിതാവിന്റെ ഇഷ്ടം നിറവേറിയെന്ന് നമുക്ക് സന്തോഷിക്കാം. പന്ത്രണ്ട് വർഷക്കാലം
തിരുകുടുംബ സഭയുടെ നായകത്വം വഹിച്ച മറിയം ത്രേസ്യയുടെ ആത്മാവ് 1926 ജൂൺ 8 തന്റെ 50-ാം വയസ്സിൽ ദിവ്യ മണവാളന്റെ പക്കലേക്ക് യാത്രയായി. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധയെന്നറിയപ്പെട്ടിരുന്ന ആ പുണ്യാത്മാവിനെ 2019 ഒക്ടോബർ 13 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കുയർത്തി. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ആ പുണ്യാത്മാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ പരിമളമായി ആശ്വാസത്തിന്റെ കുളിർത്തന്നലായി ഈ ലോകത്തെ വിശുദ്ധീകരിച്ച് വിശുദ്ധ മറിയം ത്രേസ്യയുടെ കബറിടത്തിൽ ഇന്ന് അനേകായിരങ്ങൾ ഓടിയെത്തുന്നു. ജീവിതത്തിന്റെ നെടുവീർപ്പുകൾക്ക് ആശ്വാസം കണ്ടെത്താൻ, അമ്മയെപ്പോലെ പുണ്യത്തിൽ വളരാൻ. കേരള മണ്ണിന്റെ പൊൻവിളക്കേ, പുത്തൻ ചിറയുടെ ഭാഗ്യനക്ഷത്രമേ, വന്ദനം വന്ദനം പുണ്യപ്രസൂനമേ, കരങ്ങൾ കൂപ്പുന്നു വിശുദ്ധയാം ത്രേസ്യയേ. കേരള മണ്ണിന്റെ പൊൻവിളക്കേ, പുത്തൻ ചിറയുടെ ഭാഗ്യനക്ഷത്രമേ, വന്ദനം വന്ദനം പുണ്യപ്രസൂനമേ, കരങ്ങൾ കൂപ്പുന്നു വിശുദ്ധയാം ത്രേസ്യയേ. ആധുനിക ലോകത്തിൽ അനീതിയുടെയും സ്വാർത്ഥതയുടെയും വിഷബീജങ്ങൾ മനുഷ്യ മനസ്സിൽ സംഹാര താണ്ഡവമാടുമ്പോൾ ദൈവസ്നേഹത്തിൽ അലിഞ്ഞ് നിത്യതയിൽ എത്തിച്ചേർന്ന ഈ പുണ്യവതിയുടെ ജീവിതം നമുക്കേവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. അവൻ പവറായെന്നേ, ചിമ്മട്ടറായെന്നേ, കർത്താവിൻ കൂടെ നിന്നു
Dishum, 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 my Lord is powerful. Dishum,